ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ടപ്പിൾസിനെ കുറിച്ചും ലിസ്റ്റിനെ കുറിച്ചൊക്കെ പഠിച്ചല്ലേ. അപ്പോൾ ലിസ്റ്റും ടപ്പിളൊക്കെ പോലെ തന്നെ ഒരു പുതിയ ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിക്ഷണറീനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡിക്ഷണറി എന്ന് പറയുന്നത് നമ്മൾ ലിസ്റ്റും ടപ്പിളും ഒക്കെ പഠിച്ചതുപോലെ തന്നെ ഒരു ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിക്ഷണറി നമുക്കിപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ളത്? അതായത് ലിസ്റ്റും ടപ്പിളും ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഡിക്ഷണറി? അങ്ങനെ ഒരു ചോദ്യം വരല്ലേ. നമ്മുടെ ലിസ്റ്റ് എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? ലിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ലിസ്റ്റിലെ ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ 0, രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് 1, അങ്ങനെ ഓരോ ഇൻഡെക്സ് വെച്ചിട്ടായിരുന്നു ലിസ്റ്റിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. ടപ്പിളിലും അതുപോലെ തന്നെയായിരുന്നു. ടപ്പിളിൽ ഒരു പ്രത്യേകത ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ കാര്യങ്ങൾ ഒരു പ്രാവശ്യം ഇനീഷ്യലൈസ് ചെയ്ത കാര്യങ്ങൾ പിന്നീട് നമുക്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇൻഡെക്സും വെച്ചിട്ടായിരുന്നു. 0, 1, 2, 3 എന്ന് പറയുന്ന വാല്യൂസ് ഇൻഡെക്സ് വെച്ചിട്ടായിരുന്നു നമ്മളെല്ലാ കാര്യങ്ങളും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയണം. അപ്പോൾ പ്രൊഡക്റ്റിന് ഒരു വേരിയബിൾ, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ചിലപ്പോൾ പ്രൈസ് ഉണ്ടാവാം, പ്രൊഡക്റ്റിൻ്റെ ചിലപ്പോൾ നെയിം ഉണ്ടാവാം, ബ്രാൻഡ് നെയിം ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് 0, 1, 2, 3 എന്ന് പറയുന്ന ഇൻഡെക്സിനേക്കാളും നല്ലത് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട്, പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ എളുപ്പമായിരിക്കില്ല. അതായത് പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിൻ്റെ നെയിം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ എളുപ്പമായിരിക്കില്ല. അപ്പോൾ അതുപോലത്തെ ഒരു ഡാറ്റ ടൈപ്പാണ് നമ്മുടെ ഡിക്ഷണറി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിക്ഷണറി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ, പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്ത് എവിടെയായിരുന്നു? ലിസ്റ്റിനായിരുന്നു. നമ്മുടെ നോർമൽ ബ്രേസസ് യൂസ് ചെയ്ത് എവിടെയായിരുന്നു? അതായത് റൗണ്ട് ബ്രാക്കറ്റ്സ് അത് യൂസ് ചെയ്തത് നമ്മൾ ടപ്പിൾസിനായിരുന്നു. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേളി ബ്രേസസ് ആണ്. കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് എന്താ കൊടുക്കുന്നത്? ഇതിന് നമ്മൾ 0, 1, 2, 3 എന്ന് പറയുന്ന പൊസിഷൻ അല്ല ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. പൊസിഷൻ അല്ല ഇവിടെ വാല്യൂ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീ ഉണ്ടാവും. ആ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു കീ ആയിരിക്കും. ഇനി ആ ബ്രാൻഡിൻ്റെ നെയിം എന്ന് പറയുന്നത് ഒരു വാല്യൂ ആയിരിക്കും. പ്രൈസ് എന്ന് പറയുന്നത് ഒരു കീ ആയിരിക്കും. ആ പ്രൈസിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ഒരു വാല്യൂ ആയിരിക്കും. അങ്ങനെ അതേപോലെ നമുക്കൊരു പേരിൻ്റെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻറ്റിറ്റി കൊടുക്കാം. ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു എൻറ്റിറ്റി, അതായത് ഇപ്പോൾ ബ്രാൻഡ് നെയിം എന്നുള്ള പോലെ എങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അതിനൊക്കെ കീസ് എന്ന് പറയും. ആ കീസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ ഉണ്ടാവും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബ്രാൻഡ്, ഒരു പ്രൊഡക്റ്റ് നോക്കാം. ആ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത്, ഓക്കെ, നമ്മളത് സ്ട്രിങ് ആയിട്ട് എഴുതണം കേട്ടോ. ബ്രാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ബ്രാൻഡ് എന്ന് പറയുന്നത് കമ്പനിയുടെ പേര് ഫ്രീഫിൽ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഓക്കെ, ഫ്രീഫിൽ എന്ന് പറയുന്ന ബ്രാൻഡ് ഞാനിതിവിടെ പറയുമ്പോൾ എനിക്കൊരു നിഗൂഢ ലക്ഷ്യം കൂടി ഉണ്ട്. കാരണം ഫ്രീഫിൽ എന്ന് പറയുന്ന ബ്രാൻഡ് ഞാനും കൂടി പാർട്ണറായിട്ടുള്ളൊരു കമ്പനിയാണ്. പ്രൊമോഷൻ ഇവിടെ പറയരുതെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, നമ്മളിതുപോലെയുള്ള ഹാൻഡ് വാഷ് ഐറ്റംസൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ കമ്പനി, നമ്മുടെ ഒരു ബ്രാൻഡാണ് ഫ്രീഫിൽ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ക്ലീനിങ് ലിക്വിഡ്സ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ കാണുമ്പോൾ ഇത് മേടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഫ്രീഫിലാണ്. അപ്പോൾ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു കീ ആണ്. ആ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ ബ്രാൻഡിൻ്റെ നെയിം ഫ്രീഫിൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി? എന്താണ് പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കാറ്റഗറി ഇത് ഹാൻഡ് വാഷ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഹാൻഡ് വാഷ് എന്ന് കൊടുക്കുന്നു. കാറ്റഗറിയുടെ വാല്യൂ ആയിട്ട് ഹാൻഡ് വാഷ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു കീ ആണ്. അതിൻ്റെ വാല്യൂ, കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ ഒരു കോളൻ ഇട്ടതിന് ശേഷം അതിൻ്റെ വാല്യൂ എഴുതുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത കീയും വാല്യൂ എഴുതുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മളൊരു കോമ ഇടണം. കോമ സെപ്പറേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ബ്രാൻഡും കാറ്റഗറി എഴുതി. ഇനി നമുക്ക് എന്ത് എഴുതാം? ഇനി നമുക്ക് പ്രൈസ് എഴുതാം. ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോളൻ ഇടുന്നു. കോളൻ ഇട്ട് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ് വരാല്ലേ. നമ്പർ ആകുമ്പോൾ നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എഴുതണ്ട. സ്ട്രിങ് ആകുമ്പോൾ മാത്രമാണ് ഡബിൾ കോട്ട്സിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ. നമ്പർ ആകുമ്പോൾ നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എഴുതേണ്ട. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ 69 ആണ്. ഞാൻ 69 കൊടുത്തു, സേവ് ചെയ്യുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി ഇപ്പോൾ ക്രിയേറ്റ് ആയി. അതിൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ഫ്രീഫിൽ എന്ന് പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്ന കീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീഫിൽ എന്ന് പറയുന്ന വാല്യൂ, കാറ്റഗറി എന്ന് പറയുന്ന കീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഹാൻഡ് വാഷ് എന്ന് പറയുന്ന വാല്യൂ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസും കീസും ഒക്കെ നമുക്ക് അസൈൻ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ കുറേ ആട്രിബ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ആ പ്രൊഡക്റ്റിൻ്റെ കുറേ ബ്രാൻഡിൻ്റെ നെയിമും കാറ്റഗറിയും പ്രൈസും ഒക്കെ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുണ്ടാവും. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡാറ്റ ടൈപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് എളുപ്പം എന്ന് പറയുന്നത് ഡിക്ഷണറിയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഡിക്ഷണറി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡിക്ഷണറി ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് ആദ്യം ഈ ഡിക്ഷണറി ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കിയാലോ.
ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അതിന് നോർമലായി ആദ്യമായിട്ട് വെറുതെ ഒന്ന് ഡിക്ഷണറി പ്രിൻറ്റ് ചെയ്യുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല. പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറി നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ സേവ് ചെയ്യുന്നു, ഒന്ന് റൺ ചെയ്ത് നോക്കാണ്. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറി പ്രിൻ്റ് ആയൊന്നുമല്ല. അതിൽ ബ്രാൻഡ് എന്ന് പറയുന്ന കീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീ ഫിൽ എന്ന് പറയുന്ന വാല്യൂ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് കോമ വന്നിട്ട് കാറ്റഗറിക്ക് ഹാൻഡ് വാഷ്, അങ്ങനെ പ്രൈസിന് 69. ഓക്കെ, നമ്മൾ ഇതിന് മുമ്പ് ലിസ്റ്റിലൊക്കെ എടുത്തുകൊണ്ടിരുന്നത് 0, 1, 2, 3 എന്ന് പറയുന്ന ഇൻഡെക്സ് വെച്ചിട്ടായിരുന്നു അല്ലേ. ഈ പ്രാവശ്യം നമുക്ക് കീ വെച്ചിട്ട് വാല്യൂസിന് എടുക്കാൻ പറ്റും. അതാണ് ഒരു ഡിക്ഷണറിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ബ്രാൻഡിൻ്റെ നെയിം മാത്രം, ഈ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിൻ്റെ നെയിം മാത്രം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊഡക്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം പ്രൊഡക്റ്റ് ഓഫ് എന്ന് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് കീയുടെ വാല്യൂ ആണ് കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കീയുടെ പേര് കൊടുക്കുക. ആ കീ എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ബ്രാൻഡ് നെയിം എന്നുള്ളത് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഡിക്ഷണറിയിലെ ബ്രാൻഡ് എന്ന് പറയുന്ന കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണോ ആ വാല്യൂ ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഞാൻ സേവ് ചെയ്യുന്നു, ഒന്ന് റൺ ചെയ്യാണ്. റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്രാൻഡ് ഫ്രീ ഫിൽ എന്ന് റിട്ടേൺ ചെയ്തല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് ബ്രാൻഡ് റിട്ടേൺ ചെയ്തു. ഇനി നമുക്ക് പ്രൈസ് ഒന്ന് റിട്ടേൺ ചെയ്ത് നോക്കിയാലോ. ഞാൻ പ്രൈസ് ഒന്ന് റിട്ടേൺ ചെയ്യാണ്. ഓക്കെ, പ്രൈസ് റിട്ടേൺ ചെയ്യുന്നു. ഞാൻ സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്യാണ്. പ്രൈസ് എന്ന് പറയുമ്പോൾ 69 എന്നുള്ള പ്രൈസ് റിട്ടേൺ ചെയ്തല്ലേ. ഓക്കെ, സിമ്പിളായിട്ട് അങ്ങനെ നമുക്ക് പ്രൈസും ഏത് കീ വേണമെങ്കിലും കറക്റ്റായിട്ട് എടുത്ത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. നമ്മൾ നേരത്തെ 0, 1 എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഇരിക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് പ്രൈസിൻ്റെ വാല്യൂ ഇരിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിനെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും അർത്ഥവത്തായിട്ട് നമുക്കൊരു വാല്യൂവിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൈസിൻ്റെ വാല്യൂ എടുക്കണം, അല്ലെങ്കിൽ 0-ലിരിക്കുന്ന വാല്യൂ എടുക്കുക, 1-ലിരിക്കുന്ന വാല്യൂ എടുക്കുന്നതെന്ന് പറയുന്നതിന് എളുപ്പമായിട്ട് ഒരു ആട്രിബ്യൂട്ടായിട്ട്, അതായത് പ്രൈസിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൻ്റെ വാല്യൂ എടുക്കൂ, ആ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിൻ്റെ നെയിം വാല്യൂ എടുക്കൂ, അങ്ങനെ ഓരോന്ന് നമുക്ക് പറയാൻ പറ്റും. കുറച്ചും കൂടെ മീനിങ് ആയിട്ട് നമുക്ക് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഡിക്ഷണറിയിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഡിക്ഷണറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിക്ഷണറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ടപ്പിളിനെ സംബന്ധിച്ച് നമുക്ക് ഒട്ടും ചേഞ്ചബിൾ ആയിരുന്നില്ലല്ലോ. ടപ്പിളിൽ ചേഞ്ചസ് വരുത്താൻ നമുക്ക് പറ്റില്ലായിരുന്നു. ഒരു പ്രാവശ്യം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മോഡിഫൈ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ലായിരുന്നു ടപ്പിളിൽ. പക്ഷേ നമ്മുടെ ഡിക്ഷണറിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഡിക്ഷണറിയിൽ നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താം. നമുക്ക് അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മുടെ കീസിനും വാല്യൂസിനൊക്കെ നമ്മൾ വാല്യൂസിന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, വാല്യൂസിന് ആദ്യം നമ്മൾ ഫ്രീ ഫിൽ എന്ന് പറയുന്ന സ്ട്രിങ് ആണ് ബ്രാൻഡിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തത്. നമ്മൾ ഹാൻഡ് വാഷ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ് കാറ്റഗറിയുടെ വാല്യൂ ഇട്ട് കൊടുത്തത്. 69 എന്ന് പറയുന്ന പ്രൈസാണ് പ്രൈസിൽ നമ്മൾ കൊടുത്തത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമ്മുടെ ഒരു ലിസ്റ്റിനെ തന്നെ ഒരു വാല്യൂ ആയിട്ട് എടുക്കാം. നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ ഇതിന് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് കൂടി ആഡ് ചെയ്യാണ്. ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന ഒരു കീ കൂടി ആഡ് ചെയ്യുന്നു. ഫ്ലേവേഴ്സിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ലിസ്റ്റ് ഞാൻ ആഡ് ചെയ്യാണ്. അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് മിൽക്ക് ആൻഡ് ക്രീം, M&C എന്ന് മതി. M&C എന്ന് പറയുന്ന ഒരു രീതിയിൽ ഞാൻ മിൽക്ക് ആൻഡ് ക്രീം എന്ന് പറയുന്ന ഒരു ഫ്ലേവർ ആഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇനി നമുക്ക് ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞൊരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഞാൻ ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു ലിസ്റ്റിനെ തന്നെ അവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ്സിനെ നമ്മുടെ വാല്യൂസിൻ്റെ ഒരു വാല്യൂ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഒരു 69 എന്ന് പറയുന്ന ഒരു നമ്പറിനെ വാല്യൂ ആയിട്ട് എടുക്കാം, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റിനെ നമ്മുടെ വാല്യൂ ആയിട്ട് എടുക്കാം, ഒരു ലിസ്റ്റിനെ നമ്മുടെ വാല്യൂ ആയിട്ട് എടുക്കാം. അങ്ങനെ എന്ത് കാര്യത്തിന് വേണമെങ്കിലും, ഏത് ഡാറ്റ ടൈപ്പിന് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും ഒരു വാല്യൂ ആയിട്ട്. ഈവൻ ഡിക്ഷണറീനെ തന്നെ നമുക്ക് ഒരു ഡിക്ഷണറിയിലെ ഒരു ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. സിമ്പിളായിട്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിനി ചേഞ്ചസ് ഒക്കെ ഒന്ന് വരുത്തി നോക്കിയാലോ. ചെറിയ ചേഞ്ചസ് ഒക്കെ ഒന്ന് വരുത്തി നോക്കാം. നമ്മുടെ പ്രോഗ്രാം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. നമുക്ക് ലെങ്ത് ഒന്ന് ആദ്യം നോക്കിയാലോ. ആദ്യം ഇതിൻ്റെ ലെങ്ത് ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻ്റ് ലെങ്ത് നമ്മൾ നേരത്തെ ഡിക്ഷണറിക്ക് അല്ലാതെ ടപ്പിളിനും ലിസ്റ്റിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിൻ്റ് LEN ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാല്യൂ കൊടുക്കായിരുന്നു അല്ലേ. അതേപോലെ തന്നെ LEN ഓഫ് എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? LEN ഓഫ് എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുന്നു. ഞാൻ സേവ് ചെയ്യുന്നു. റൺ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ 4 ആയിട്ട് വന്നു അല്ലേ. അതായത് നമുക്കിവിടെ 4 കീസും 4 വാല്യൂസാണ് ഉള്ളത്. അതുകൊണ്ട് 4 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്തു അല്ലേ, സിമ്പിളായിട്ട്. അപ്പോൾ LEN ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിൻ്റ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന കീയിലിരിക്കുന്ന കാര്യം പ്രിൻ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ പ്രിൻ്റ് പ്രൊഡക്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞല്ലേ. സേവ് ചെയ്യുന്നു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. 69 എന്ന് പ്രിൻ്റ് ചെയ്തല്ലേ, വില പ്രിൻ്റ് ചെയ്ത് കാണിച്ചു അല്ലേ. ഇനി പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരമായിട്ട് വേറൊരു രീതിയിലും ചെയ്യാം. നമുക്ക് ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അത് ചെയ്യാം. പ്രൊഡക്റ്റ് ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു,
ഏത് ആട്രിബ്യൂട്ടാണോ നമുക്ക് വേണ്ടത്, അതായത് ഏത് കീയുടെ വാല്യൂ ആണോ നമുക്ക് വേണ്ടത് ആ വാല്യൂ കൊടുക്കുന്നു. പ്രൊഡക്റ്റ് ഡോട്ട് ഗെറ്റ് ഓഫ് ഏത് വാല്യൂ ആണോ വേണ്ടത്, ഏത് കീയുടെ വാല്യൂ ആണോ വേണ്ടത് ആ കീയുടെ പേരോടെ കൊടുക്കുന്നു. അതായത് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറിയുടെ ഉള്ളിലെ ഗെറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ റിട്ടേൺ ചെയ്യുന്നു. അതെടുത്തിട്ട് എന്ത് ചെയ്യും, അത്രയും സാധനത്തിന് എടുത്തിട്ട് എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ലൈനിൽ ചെയ്യുന്നത്. സേവ് ചെയ്യുന്നു, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അവിടെ 69 എന്ന് തന്നെ പ്രിൻ്റ് ആയില്ല. അപ്പോൾ ഡോട്ട് ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ പ്രൊഡക്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് പ്രൈസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടായിട്ടും കൊടുക്കാം. ഓക്കെ, ആ ഒരു രണ്ട് രീതി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറിയുടെ ഉള്ള എല്ലാ കീസിനെ റിട്ടേൺ ചെയ്യണം. എല്ലാ കീസ് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്യണം. എല്ലാ കീസിനെ ഒരു ലിസ്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്യണം. അതിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രിൻറ്റ് ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യാം. നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട കാര്യമാണല്ലോ, അതുകൊണ്ട് പ്രിൻറ്റ് ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നു. ഈ എല്ലാ കീസിനെയും പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് എന്ന് ചെയ്തിട്ട് ഡോട്ട് കീസ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പ്രൊഡക്റ്റ് ഡോട്ട് കീസ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറി, ഈ ഒരു ഡിക്ഷണറിയുടെ ഉള്ളിലെ എല്ലാ കീസും, ഇപ്പോൾ ബ്രാൻഡ്, കാറ്റഗറി, പ്രൈസ്, ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന 4 കീസ് ഉണ്ട്. ഈ 4 കീസിനെ എടുത്തിട്ട് അതൊരു ലിസ്റ്റ് ആക്കിയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ സേവ് ചെയ്യുന്നു, പ്രോഗ്രാം റൺ ചെയ്യുന്നു. എന്ത് സംഭവിച്ചു? ഓക്കെ, നമുക്ക് അതിലെ എല്ലാ കീസിനെയും നമുക്ക് റിട്ടേൺ ചെയ്തല്ലേ, ലിസ്റ്റായിട്ട് തന്നെ റിട്ടേൺ ചെയ്തു. ഓക്കെ, സിമ്പിളായിട്ട് ആ ഒരു കാര്യം നമുക്ക് കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് വാല്യൂസ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് ഡോട്ട് കീസ് ഓഫ് എന്നുള്ളതിന് പകരമായിട്ട് പ്രൊഡക്റ്റ് ഡോട്ട് വാല്യൂസ് ഓഫ് എന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കീസ് പ്രിൻറ്റ് ചെയ്ത് വരുന്നതിന് പകരമായിട്ട് പ്രൊഡക്റ്റിലെ എല്ലാ വാല്യൂസും പ്രിൻ്റ് ആയി വരും. അതായത് ഫ്രീ ഫിൽ, ഹാൻഡ് വാഷ്, 69, MNC, ഗ്രീൻ ആപ്പിൾ എന്നൊക്കെ പറയുന്ന ആ വാല്യൂസ് എല്ലാം കൂടി ഒരു ലിസ്റ്റായിട്ട് നമുക്ക് പ്രിൻ്റ് ആയി വരും. നമുക്ക് നോക്കാം. സേവ് ചെയ്യുന്നു, ഒന്ന് റൺ ചെയ്യാണ്. ഓക്കെ, ഫ്രീ ഫിൽ, ഹാൻഡ് വാഷ്, 69, MNC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാല്യൂസ് ആയിട്ട് പ്രിൻ്റ് ആയി വന്നു അല്ലേ, ഡിക്ഷണറിയുടെ വാല്യൂസ് ആയിട്ട് പ്രിൻ്റ് ആയി വന്നു. ഓക്കെ, സിമ്പിളായിട്ട് അപ്പോൾ അത്രയും കാര്യം നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ കീസിനെയും വാല്യൂസിനെയൊക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്കൊരു വാല്യൂവിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ, അതായത് കാറ്റഗറിയുടെ വാല്യൂ നമുക്ക് ഓക്കെ പ്രൈസ് ചേഞ്ച് ചെയ്യണം. പ്രൈസ് ചേഞ്ച് ചെയ്ത് കുറച്ച് കുറയ്ക്കണം, നമുക്ക് 60 ആക്കണം പ്രൈസ്. അപ്പോൾ അതിനെന്ത് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ലിസ്റ്റിലും ഒക്കെ ചെയ്തതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ എന്താണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്, പ്രൊഡക്റ്റിൻ്റെ എന്ത് കീയിലുള്ള കാര്യമാണ് മാറ്റം വരുത്തേണ്ടത്, പ്രൈസിലുള്ള കാര്യമാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈക്വൽ ടു പുതിയ വാല്യൂ കൊടുക്കുക. നമ്മൾ 69 ആയിരുന്നു നേരത്തെ, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ 60 ആക്കി കുറയ്ക്കാൻ പോവാണ്. 60 ആക്കി കുറച്ചു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യാണ്. വെറുതെ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രിൻ്റ് ചെയ്യുന്നു, നമ്മൾ ചെയ്ത കാര്യം ശരിയായെന്ന് അറിയാൻ. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യുന്നു. സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രൈസിന് പകരം പ്രൈസിന് എത്രയാണ് വന്നിരിക്കുന്നത്, പ്രൈസിൻ്റെ വാല്യൂ ആയിട്ട് 60 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്തു, അതായത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് മാറ്റം വരുത്തി. ഈ ഒരു രീതിയിൽ മാത്രമല്ല നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വ്യത്യാസം വരുത്താൻ പറ്റുക. അതിന് വേറൊരു ഫംഗ്ഷൻ കൂടെ യൂസ് ചെയ്യാം നമുക്ക്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റിലാണ് നമ്മൾ ആ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിൽ ഡോട്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത് അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഡിക്ഷണറി പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈസാണ് ചേഞ്ച് ചെയ്യേണ്ടതല്ല. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്ന കീ ആണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് കൊടുക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ വാല്യൂ എത്രയാക്കണം, പുതിയ വാല്യൂ എത്രയാക്കണം, 60 ആക്കണം. ആ ഒരു കാര്യം കൂടി കൊടുത്തിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. ഈ അപ്ഡേറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഒന്ന് പ്രിൻ്റ് ചെയ്യാണ്. അപ്പോൾ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൊഡക്റ്റിനെ പ്രിൻ്റ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നു, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഓക്കെ, പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു, പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൻ്റെ വാല്യൂ വീണ്ടും 60 ആയി മാറിയല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഒരു രീതിയിൽ മാത്രമല്ല, അപ്ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിലില്ലാത്തൊരു വാല്യൂ നമുക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ചു, അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ സ്റ്റോക്കിൽ ഒരു 50 എണ്ണം ഉണ്ടെന്ന് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം. പ്രൊഡക്റ്റിൻ്റെ ഡിക്ഷണറിയുടെ ഉള്ളിലേക്ക് ഒരു എക്സ്ട്രാ ആട്രിബ്യൂട്ടും കൂടി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കീയും കൂടി നമുക്ക് ആഡ് ചെയ്യണം. ആ കീക്ക് ഒരു വാല്യൂ കൂടി അസൈൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ അപ്ഡേറ്റ് ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം. അതിന് പ്രൈസ് എന്ന് പറയുന്നതല്ല, നമുക്ക് എന്താ ആഡ് ചെയ്യേണ്ടത്, സ്റ്റോക്കിൻ്റെ എണ്ണമാണ്. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നു, എത്ര എണ്ണം ഉണ്ട്, സ്റ്റോക്കിൽ 50 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സ്ട്രാ കീ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനകത്തേക്ക്. ഞാൻ സേവ് ചെയ്യുന്നു, എന്നിട്ട് പ്രൊഡക്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ ജസ്റ്റ് വേറെ ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു കീയും അതേപോലെ തന്നെ 50 എന്ന് പറയുന്ന വാല്യൂ കൂടി എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതാണ് ഈ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമുക്കപ്പോൾ ഒരു പുതിയ കാര്യം ആഡ് ചെയ്യണമെങ്കിൽ, ഒരു ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു കീയോ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്ത് സംഭവിച്ചു, സ്റ്റോക്ക് എന്ന് പറയുന്ന പുതിയ ഒരു വാല്യൂ കൂടി നമുക്ക് ഒന്നുമില്ല. സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു കീയും അതിനൊരു 50 എന്ന് പറയുന്ന വാല്യൂ കൂടി നമുക്ക് ഇപ്പോൾ ഒന്നുമില്ലേ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ പുതിയ കാര്യങ്ങൾ ഒരു ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു കാര്യം കൂടെ ചെയ്ത് നോക്കാം. ഈ പ്രൈസ് എന്ന് പറയുന്ന നമ്മുടെ കീനെയും അതിൻ്റെ വാല്യൂവിനെയും നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാൻ നോക്കാം. അതിന് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫംഗ്ഷനാണ്
അല്ലെങ്കിൽ ഒരു കീവേഡാണ് ഡിലീറ്റ് എന്ന് പറയുന്ന കീവേഡ്, DEL എന്ന് പറയുന്ന കീവേഡാണ് അത്. DL എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. അതായത് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറിയിലെ എന്താണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്, നമുക്ക് പ്രൈസ് എന്ന് പറയുന്ന കാര്യമാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തു, എന്ത് സംഭവിക്കണം, ആ പ്രൈസ് എന്ന് പറയുന്ന കീയും അതിൻ്റെ വാല്യൂം ഡിലീറ്റ് ആയി പോകണമല്ലേ. ഞാൻ സേവ് ചെയ്യുന്നു, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം അങ്ങനെ ശരിയായെന്ന്. ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ബ്രാൻഡിൻ്റെ നെയിം ഉണ്ട്, കാറ്റഗറി ഉണ്ട്, ഫ്ലേവേഴ്സ് ഉണ്ട്, സ്റ്റോക്കും ഉണ്ട്. പ്രൈസ് എന്ന് പറയുന്ന വാല്യൂ ഡിലീറ്റ് ആയി പോയല്ലേ. ഇനി നമുക്ക് ഈ ഒരു ഡിക്ഷണറി മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിലും ചെയ്യാം. ഡിക്ഷണറി മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിലീറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് വെറുതെ കൊടുത്താലും മതി. ഞാൻ സേവ് ചെയ്യുന്നു, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എററോ ഒന്നുമില്ല. കാരണം എന്താണ്, നമ്മൾ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതിനെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കി. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൊരു സാധനം നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല അല്ലേ. അതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ഡിലീറ്റ് എന്ന് പറയുന്ന കീവേഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ഇതിലെ എല്ലാ കീസിനെയും പ്രിൻറ്റ് ചെയ്യണം. ഫോർ ലൂപ്പ് വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്യണം. ഫോർ ലൂപ്പ് വെച്ചിട്ട് ഈ പ്രൊഡക്റ്റിലെ എല്ലാ കീസിനെയും നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമുക്ക് ഫോർ എക്സ് ഇൻ നമ്മുടെ ഡിക്ഷണറിയുടെ പേര് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ പ്രിൻ്റ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലിസ്റ്റിനും ടപ്പിളിനൊക്കെ ചെയ്ത പോലെ തന്നെ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. സേവ് ചെയ്യുന്നു, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ക്ലിയർ ചെയ്യുന്നു, ഞാൻ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാണ്. ഓരോ കീസും പ്രിൻ്റ് ആയൊന്നുമില്ല. ഇപ്പോൾ ബ്രാൻഡ് എന്ന് പറയുന്നത്, കാറ്റഗറി എന്ന് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത്, ഫ്ലേവേഴ്സ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ എന്തായിരുന്നു, കീസ് ആയിരുന്നു. ആ കീസ് എല്ലാം നമുക്ക് പ്രിൻ്റ് ആയൊന്നുമില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ കീസ് എല്ലാം പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോർ എക്സ് ഇൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് എക്സ് ചെയ്താൽ മതി. ഓക്കെ, ഇനി കീസ് അല്ല വാല്യൂസ് ആണ് പ്രിൻ്റ് ചെയ്തുകൊണ്ടെങ്കിലോ, ഇവിടെ സിമ്പിൾ ഒരു ലോജിക്ക് യൂസ് ചെയ്താൽ മതി. നമുക്ക് വാല്യൂസ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കീയുടെ വാല്യൂ കൊടുത്താൽ പോരെ. ഓക്കെ, കീ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക, നമ്മുടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാം റിട്ടേൺ ചെയ്യുക. ഞാൻ ഒന്നുകൂടെ റൺ ചെയ്യാണ്. ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരു 2 സെക്കൻഡ് എടുത്ത് ചിന്തിച്ച് നോക്കുക ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. നമുക്ക് മനസ്സിലാവും, സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളൂ. ഞാനൊന്ന് റൺ ചെയ്യാണ്, പ്രോഗ്രാം എന്തെങ്കിലും റൺ ചെയ്യാം, നമുക്ക് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഫ്രീ ഫിൽ ഹാൻഡ് വാഷ് 69 MNC ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്ന കാര്യം നമുക്ക് സിമ്പിളായിട്ടൊന്നുമല്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ വാല്യൂസ് ആയിട്ടിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റി ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് അപ്ഡേഷൻസ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ തന്നെ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മളിനി ചെയ്യും. ഇപ്പോൾ ഡിക്ഷണറി എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക, അതിൽ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. താങ്ക് യു.